കന്നിയംഗത്തിനായി ഗോവിന്ദനും ബിനോയിയും ഇല്ലാത്ത തിരഞ്ഞെടുപ്പ്. സുധാകരനും സതീശനും നിർണായകം. തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ അത്ഭുതങ്ങൾ കാണിച്ചിരുന്ന അപാര സംഘടനാ പാടവത്തോടെ പാർട്ടികളെ നയിച്ച 3 പ്രബല നേതാക്കൾ അരങ്ങൊഴിഞ്ഞതിനു ശേഷം നടക്കുന്ന പ്രധാന തിരഞ്ഞെടുപ്പാണ് വരാൻ പോകുന്നത്. CPMന് കോടിയേരി ബാലകൃഷ്ണൻ എന്ന സൗമ്യനും കരുത്തനുമായ സംസ്ഥാന സെക്രട്ടറിയെ നഷ്ടപ്പെട്ടതിനു ശേഷമുള്ള ആദ്യ പ്രധാന തിരഞ്ഞെടുപ്പ്. CPIക്ക് പാർട്ടിയെ മുന്നോട്ടു നയിക്കുന്നതിലേറെ നിർണായക പങ്കുവഹിച്ച കാനം രാജേന്ദ്രൻ്റെ വിയോഗത്തിനു ശേഷമുള്ള നിർണായക തിരഞ്ഞെടുപ്പ്. ഉമ്മൻചാണ്ടി എന്ന വൻമരത്തിൻ്റെ തണലില്ലാതെ തിരഞ്ഞെടുപ്പിനിറങ്ങുകയാണ് കോൺഗ്രസ്. ഇരുമുന്നണിയിലെയും പ്രധാന പാർട്ടികളെ ഇപ്പോൾ നയിക്കുന്ന മുഖങ്ങൾക്കേറെ വെല്ലുവിളികൾ നിറഞ്ഞതാണ് 18ാം ലോക്സഭയിലേക്കുള്ള വിധിയെഴുത്ത്. MV ഗോവിന്ദന് കടമ്പകൾ അനവധി. CPM സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്ത് MV ഗോവിന്ദനും CPI സംസ്ഥാന സെക്രട്ടറിയായി ബിനോയ് വിശ്വവും എത്തിയതിനു ശേഷമുള്ള ആദ്യ പ്രധാന തിരഞ്ഞെടുപ്പാണ് ഇത്തവണത്തേത്. MV ഗോവിന്ദൻ CPM സംസ്ഥാന സെക്രട്ടറി ആയതിനു ശേഷം 2 ഉപതിരഞ്ഞെടുപ്പുകൾ നേരിട്ടു. തൃക്കാക്കരയും പുതുപ്പള്ളിയും. രണ്ടും UDF കുത്തക മണ്ഡലങ്ങളായതിനാൽ നേട്ടമുണ്ടാക്കാൻ സാധിക്കാതെ പോയി. അതുകൊണ്ടുതന്നെ CPM സംസ്ഥാന സെക്രട്ടറിയുടെ സംഘടനാ പാഠവും മികവും വിലയിരുത്തുന്ന തിരഞ്ഞെടുപ്പായി ലോക്സഭാ തിരഞ്ഞെടുപ്പ് മാറും. 2022 ഓഗസ്റ്റ് 28 കോടിയേരി ബാലകൃഷ്ണൻ സ്ഥാനമൊഴിഞ്ഞതിനെ തുടർന്നാണ് MV ഗോവിന്ദൻ CPM സംസ്ഥാന സെക്രട്ടറിയായി പദവിയിലെത്തുന്നത്. എക്സൈസ് മന്ത്രി സ്ഥാനം രാജിവെച്ച് പാർട്ടി ചുമതല ഏറ്റെടുത്ത MV ഗോവിന്ദന് മുന്നിൽ കടമ്പകൾ നിരവധിയാണ്. സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്തെത്തിയതിനു ശേഷം പാർട്ടിയിലെ പടലപ്പിണക്കങ്ങൾ തീർക്കാനായിരുന്നു MV ഗോവിന്ദൻ്റെ ആദ്യ ശ്രമം. ഇതിൻ്റെ ഭാഗമായി വിഭാഗീയത കൊടുമ്പിരി കൊണ്ട കുട്ടനാട്ടിൽ നിരന്തരം ഇടപെട്ടു. വിഭാഗീയ പ്രവർത്തനങ്ങൾ നടത്തുന്നവർക്ക് പാർട്ടിയിൽ സ്ഥാനമുണ്ടാകില്ലെന്ന് മുന്നറിയിപ്പ് നൽകി. ആലപ്പുഴയിലും എറണാകുളത്തും പാലക്കാടും വിഭാഗീയതയുടെ പേരിൽ സംഘടനാ നടപടിയുണ്ടായി. പാലക്കാട് PK ശശിയെ ജില്ലാ സെക്രട്ടേറിയറ്റിൽ നിന്ന് ജില്ലാ കമ്മിറ്റിയിലേക്ക് തരം താഴ്ത്തി. ആലപ്പുഴയിൽ PP ചിത്തരഞ്ജൻ MLAയെ ജില്ലാ സെക്രട്ടേറിയറ്റിൽ നിന്നും ജില്ലാ കമ്മിറ്റിയിലേക്ക് തരം താഴ്ത്തി. ആലപ്പുഴ സൗത്ത്, നോർത്ത്, ഹരിപ്പാട് ഏരിയ കമ്മിറ്റികൾ പിരിച്ചുവിട്ടു. കൊല്ലത്തും വിഭാഗീയ പ്രവർത്തനങ്ങൾക്കെതിരെ സംഘടനാ നടപടികളുണ്ടായി. ഇതോടെ MV ഗോവിന്ദൻ CPMൽ ശുദ്ധികലശം ആരംഭിച്ചെന്ന തരത്തിൽ പ്രചരണമുണ്ടായി. എന്നാൽ പിന്നീട് മുഖ്യമന്ത്രി പിണറായി വിജയനും സർക്കാരിനുമെതിരെയുള്ള ആരോപണങ്ങൾ ഓടി നടന്ന് ചെറുക്കാൻ ശ്രമിക്കുന്ന പാർട്ടി സെക്രട്ടറിയെയാണ് കേരളം കണ്ടത്. മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾ വീണ വിജയനും നേരെ ഉയർന്ന ആരോപണങ്ങൾ: സംസ്ഥാന സർക്കാരിൻ്റെ സാമ്പത്തിക പ്രതിസന്ധി, ക്ഷേമ പെൻഷൻ മുടങ്ങിയത്, ശമ്പള പ്രതിസന്ധി, SFI നേതൃത്വത്തിനെതിരെ ഉയരുന്ന ആരോപണങ്ങൾ, വർദ്ധിക്കുന്ന വന്യജീവി ആക്രമണങ്ങൾ തുടങ്ങി സർക്കാരിനെ പ്രതിസന്ധിയിലാക്കുന്ന നിരവധി ഘടകങ്ങളാണ് CPMന് മുന്നിലുള്ളത്. മുഖ്യമന്ത്രി പിണറായി വിജയനെ കേന്ദ്ര ബിന്ദുവാക്കിയാണ് പ്രതിപക്ഷത്തിൻ്റെ ആരോപണങ്ങളെല്ലാം. 2019 ഒരൊറ്റ സീറ്റിൽ ഒതുങ്ങിയ CPMനെ ഭേദപ്പെട്ട നിലയിൽ എത്തിക്കാൻ സാധിച്ചാൽ തന്നെ MV ഗോവിന്ദൻ്റെ വിജയമായി അത് വിലയിരുത്തപ്പെടും. സ്ഥാനാർത്ഥി നിർണയത്തിൽ CPM ഇത്തവണ വലിയ ജാഗ്രത പാലിച്ചിട്ടുണ്ട്. ജയത്തിനപ്പുറം മറ്റൊന്നും പാർട്ടി ലക്ഷ്യമിടുന്നില്ല. മുൻ മന്ത്രിമാരായ തോമസ് ഐസക്കിനെയും KK ശൈലജയെയും രംഗത്തിറക്കിയത് ഗുണകരമായി എന്ന വിലയിരുത്തലിലാണ് ഇടതുമുന്നണി. സർക്കാരിലെ ജനകീയ മുഖങ്ങളിൽ പ്രധാനിയായ മന്ത്രി K രാധാകൃഷ്ണൻ മത്സര രംഗത്തുള്ളതും CPMൻ്റെ വിജയപ്രതീക്ഷ വർദ്ധിപ്പിക്കുന്നു. കന്നിയംഗത്തിനിറങ്ങുന്ന ബിനോയ് വിശ്വം. CPIയിൽ സംസ്ഥാന സെക്രട്ടറി ആയതിനുശേഷം ബിനോയ് വിശ്വം നയിക്കുന്ന ആദ്യ തിരഞ്ഞെടുപ്പാണ്. കാനം രാജേന്ദ്രൻ്റെ അപ്രതീക്ഷിത വിയോഗത്തെ തുടർന്ന് 2023 ഡിസംബർ 10 ബിനോയ് വിശ്വത്തിന് CPI സംസ്ഥാന സെക്രട്ടറിയുടെ താൽക്കാലിക ചുമതല നൽകുന്നത്. പിന്നീട് ചേർന്ന പാർട്ടിയുടെ നേതൃയോഗങ്ങൾ ബിനോയ് സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്ത് തുടരട്ടെ എന്ന് തീരുമാനിക്കുകയായിരുന്നു. ബിനോയ് വിശ്വത്തെ സംസ്ഥാന സെക്രട്ടറി ആക്കണമെന്ന് നിർദ്ദേശിച്ചുകൊണ്ടുള്ള കാനം രാജേന്ദ്രൻ്റെ കത്തും അതിനെതിരെ KE ഇസ്മായിൽ പക്ഷം രംഗത്തെത്തിയതും വിവാദമായിരുന്നു. വിമർശകർ നിരവധിയുള്ളതിനാൽ തന്നെ ബിനോയ് വിശ്വത്തിന് ഈ തിരഞ്ഞെടുപ്പ് നിർണായകമാണ്. കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിലേറ്റ കനത്ത തോൽവിയിൽ നിന്ന് ഇത്തവണ കരകയറണമെങ്കിൽ CPIക്ക് മരിച്ചു പണിയെടുക്കേണ്ട സാഹചര്യമാണ്. 2014 ഒറ്റ സീറ്റിൽ ഒതുങ്ങിയ പാർട്ടി 2019 സംപൂജ്യരായതിൻ്റെ ക്ഷീണം ഇത്തവണ തീർക്കണം എന്ന വാശിയിലാണ്. CPI മത്സരിക്കുന്ന 4 മണ്ഡലങ്ങൾ 3ലും തൃശ്ശൂർ, വയനാട്, തിരുവനന്തപുരം ദേശീയ ശ്രദ്ധ ആകർഷിക്കുന്ന പോരാട്ടമാണ് നടക്കുന്നത്. അതുകൊണ്ടുതന്നെ CPMനെ പോലെ CPIയും സ്ഥാനാർത്ഥി നിർണയത്തിൽ ജാഗ്രത പുലർത്തിയിരുന്നു. CPI മത്സരിക്കുന്ന 4 മണ്ഡലങ്ങളിൽ 2 സീറ്റിലെങ്കിലും ജയിച്ചില്ലെങ്കിൽ കാനം അടിച്ചൊതുക്കി എതിർപക്ഷം പല്ലും നഖവും ഉപയോഗിച്ച് തനിക്കെതിരെ തിരിയുമെന്ന് ബിനോയ് വിശ്വത്തിന് ബോധ്യമുണ്ട്. തിരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ CPMനെ മാത്രം ആശ്രയിച്ചുള്ള രീതി മാറ്റാൻ ഇത്തവണ CPI തീരുമാനിച്ചിട്ടുണ്ട്. സ്വന്തം നിലയിൽ കൂടുതൽ പ്രചാരണ പ്രവർത്തനങ്ങൾ നടത്താനുള്ള നീക്കം ബിനോയ് വിശ്വത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട്.
കോടിയേരിയുടെയും കാനത്തിൻ്റെയും അഭാവം നേലിക്കുന്ന ഇടതുമുന്നണി. ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി മിസ് ചെയ്യുന്ന പ്രധാന നേതാക്കൾ ഇരു പാർട്ടികളുടെയും മുൻ സംസ്ഥാന സെക്രട്ടറിമാരായിരുന്ന കോടിയേരി ബാലകൃഷ്ണനെയും കാനം രാജേന്ദ്രനെയുമാണ്. ഇരുവരും പാർട്ടികളെ നയിച്ച സമയത്ത് മുൻകാലത്തില്ലാതിരുന്ന വിധം ഐക്യം ഇടതുമുന്നണിയിൽ രൂപപ്പെട്ടിരുന്നു. അഭിപ്രായ വ്യത്യാസങ്ങൾ വെട്ടിത്തുറന്നു പറഞ്ഞിരുന്ന CPI സംസ്ഥാന സെക്രട്ടറിമാർ എന്നും CPMന് തലവേദനയായിരുന്നു. എന്നാൽ കാനം കോടിയേരി കാലത്തിന് വാക്പോരുകൾ കുറവായിരുന്നു. സർക്കാരിനെ പൂർണ്ണമായും പിന്തുണക്കുന്ന ശൈലിയിലേക്ക് രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് കാനം രാജേന്ദ്രൻ്റെ നിലപാട് മാറുകകൂടി ചെയ്തതോടെ ഇടതുമുന്നണിയിൽ പൊട്ടിത്തെറികൾ വിരളമായി. ബിനോയ് വിശ്വവും MV ഗോവിന്ദനും തമ്മിലുള്ള കെമിസ്ട്രി എത്രത്തോളമാണെന്ന് കാത്തിരുന്നു കാണേണ്ടതാണ്. അതുപോലെ ബിനോയ് വിശ്വവും പിണറായി വിജയനും തമ്മിലുള്ള ബന്ധവും കൂടുതൽ ദൃഢമാകേണ്ടതുണ്ടെന്നും ഇടത് ക്യാമ്പുകളിൽ ചർച്ചയുണ്ട്. കെ സുധാകരന് നെഞ്ചിടിപ്പേറും. മറുവശത്ത് KPCC പ്രസിഡന്റ് കെ സുധാകരന് ഈ തിരഞ്ഞെടുപ്പ് വലിയ കടമ്പയാണ്. 2021 ജൂണിലാണ് കെ സുധാകരൻ KPCC പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുക്കുന്നത്. കോൺഗ്രസ് പാർട്ടിയിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്ന് പ്രഖ്യാപിച്ചായിരുന്നു കെ സുധാകരൻ്റെ കടന്നുവരവ്. സെമി കേഡർ പാർട്ടി ആശയം സുധാകരൻ മുന്നോട്ട് വെച്ചോ. എന്നാൽ പ്രഖ്യാപനങ്ങളായി മാത്രം നിലകൊണ്ടു. പ്രതിപക്ഷ നേതാവ് VD സതീശനുമായുള്ള അധികാര വടംവലിയും അടിക്കടിയുണ്ടാകുന്ന വിവാദ പരാമർശങ്ങളും കെ സുധാകരന് തിരിച്ചടിയായിട്ടുണ്ട്. പിണറായി വിജയനോട് ഏറ്റുമുട്ടാൻ കണ്ണൂരിൽ നിന്നുള്ള കരുത്തനായ നേതാവെന്ന പ്രതീതി സൃഷ്ടിക്കാൻ ആദ്യ സമയത്ത് സുധാകരന് കഴിഞ്ഞെങ്കിലും പിന്നീട് നിലനിർത്താനായില്ല. 2019 20 19 സീറ്റും നേടിയാണ് UDF വൻ വിജയം നേടിയത്. ആ ഗ്രാഫ് നിലനിർത്തുക എന്നുള്ളതാണ് കെ സുധാകരന് മുന്നിലുള്ള വലിയ കടമ്പ. തിരിച്ചടി നേരിട്ടാൽ KPCC പ്രസിഡന്റ് സ്ഥാനം ഒഴിയേണ്ടി വരും. തൃക്കാക്കര, പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പുകളിൽ കെ സുധാകരൻ സജീവമായിരുന്നില്ല. അതുകൊണ്ടുതന്നെ ഈ തിരഞ്ഞെടുപ്പുകളുടെ ക്രെഡിറ്റ് VD സതീശനിലേക്ക് പോയി. കോൺഗ്രസിൽ നിന്ന് BJPയിലേക്കുള്ള നേതാക്കളുടെ കൊഴിഞ്ഞുപോക്കും സുധാകരൻ്റെ മുന്നിലുള്ള പ്രധാന വിഷയമാണ്. കെ സുധാകരൻ RSS ചായ്വുണ്ടെന്ന CPM പ്രചരണം ശക്തമാണ്. സംസ്ഥാന നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചാണ് പത്മജ വേണുഗോപാൽ പാർട്ടി വിട്ടുപോയത്. പരാതികൾ കേൾക്കാൻ പോലും സംസ്ഥാന നേതൃത്വം തയ്യാറാകുന്നില്ല എന്നായിരുന്നു വിമർശനം. VD സതീശന് നിർണായകം. പ്രതിപക്ഷ നേതാവ് VD സതീശനും ഈ തിരഞ്ഞെടുപ്പ് ഡു ഓർ ഡൈ ഗെയിമാണ്. 2021 നിയമസഭാ തിരഞ്ഞെടുപ്പിലേറ്റ കനത്ത തോൽവിയെ തുടർന്നാണ് രമേശ് ചെന്നിത്തലയെ മാറ്റി VD സതീശനെ പ്രതിപക്ഷ നേതാവാക്കുന്നത്. എന്നാൽ പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ VD സതീശൻ്റെ പ്രവർത്തനങ്ങൾക്കെതിരെ പാർട്ടിക്കുള്ളിൽ നിന്നു തന്നെ വിമർശനമുണ്ട്. രമേശ് ചെന്നിത്തലയുമായി തട്ടിച്ചു നോക്കുമ്പോൾ VD സതീശൻ്റെ ഗ്രാഫ് താഴേക്കാണെന്നാണ് പ്രധാന വിമർശനം. എന്നാൽ ജനകീയ വിഷയങ്ങളിൽ ഇടപെട്ട് സതീശൻ ഗ്രാഫ് ഉയർത്താൻ ശ്രമിക്കുന്നുണ്ട്. രമേശ് ചെന്നിത്തലയാകട്ടെ സമാന്തരമായി പ്രതിപക്ഷ നേതാവ് ഇമേജ് നിലനിർത്താനുള്ള ശ്രമത്തിലാണ്. സർക്കാരിനെതിരെ നിരന്തരം വിമർശനങ്ങളുമായി ചെന്നിത്തല എപ്പോഴും രംഗത്തുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകൾ വീണ വിജയനെതിരായ മാസപ്പടി ആരോപണം അടക്കമുള്ള വിഷയങ്ങൾ ഉയർത്തി മാത്യു കുഴൽനാടനും കളം പിടിച്ചു. ഈ ആരോപണങ്ങൾ ഏറ്റുപിടിച്ചതല്ലാതെ സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്ന ആരോപണങ്ങൾ ഉയർത്താനോ സമരങ്ങൾ സംഘടിപ്പിക്കാനോ VD സതീശന് സാധിച്ചിട്ടില്ല. ശമ്പള പ്രതിസന്ധി, സാമ്പത്തിക ഞെരുക്കം, അവശ്യ സാധനങ്ങളുടെ ലഭ്യതയില്ലായ്മ തുടങ്ങി ജനങ്ങളെ പ്രതികൂലമായി ബാധിക്കുന്ന നിരവധി ഘടകങ്ങൾ നിലനിൽക്കുമ്പോഴും പ്രതിപക്ഷത്തിന് ഇത്തരം വിഷയങ്ങളിൽ സജീവമായി ഇടപെടാൻ സാധിക്കുന്നില്ലെന്ന വിലയിരുത്തലുമുണ്ട്. ജനകീയ പ്രശ്നങ്ങളിൽ കൂടുതൽ ഇടപെടുന്നത് യുവ നേതാക്കളാണ്. സർക്കാരിൻ്റെയും പ്രതിപക്ഷത്തിൻ്റെയും പ്രവർത്തനങ്ങളുടെ വിലയിരുത്തൽ എന്നതിലപ്പുറം ഈ നേതാക്കളുടെ ഗ്രാഫിനുള്ള മാർക്കിടൽ കൂടിയാകും ഈ തിരഞ്ഞെടുപ്പ്. ഉമ്മൻചാണ്ടിയില്ലാത്ത ആദ്യ തിരഞ്ഞെടുപ്പ്. കോൺഗ്രസിലെ വൻമരമായിരുന്ന ഉമ്മൻചാണ്ടിയില്ലാത്ത ആദ്യ തിരഞ്ഞെടുപ്പാണ്. 2023 ജൂലൈ 18 മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അന്തരിച്ചത്. അദ്ദേഹത്തോടുള്ള ജനങ്ങളുടെ സ്നേഹം 2 പകലും 1 രാത്രിയും നീണ്ടുനിന്ന വിലാപയാത്രയിൽ കേരളം കണ്ടു. സമീപകാലത്ത് കേരളം കണ്ടതിൽ വെച്ച് ഒരു നേതാവിന് ലഭിക്കുന്ന ഏറ്റവും വലിയ വികാരസാന്ദ്രമായ യാത്രയായപ്പോൾ തിരഞ്ഞെടുപ്പുകളിൽ ഉമ്മൻചാണ്ടി എന്ന രാഷ്ട്രീയ അതികായൻ്റെ സാന്നിധ്യം എന്നും UDFന് കരുത്തായിരുന്നു. മുന്നണി സമവാക്യങ്ങൾ നിലനിർത്തുന്നതിലും തിരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ മെനയുന്നതിലും അനുഭവപാഠവുമുള്ള ഉമ്മൻചാണ്ടിയുള്ള അഭാവം കോൺഗ്രസ് ക്യാമ്പിൽ നേരിച്ചു കാണും. ഈ ഇലക്ഷനെ നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത്? UDF or LDF ആർക്കായിരിക്കും? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ രേഖപ്പെടുത്താം.